ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന ഒരു കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ. ഗബ്രി പുറത്തായിട്ട് പോലും ഈ വിഷയത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോഴും ഇരുവരെയും വിമർശിക്കുന്നത്. മറ്റൊരു കോംബോ രൂപപ്പെട്ടു വന്നത് അർജുനും ശ്രീധുവിനും ഇടയിലാണ്. ജാസ്മിനെയും ഗബ്രിയെയും പോലുള്ള വിമർശനം ഈ രണ്ടു പേർക്കും നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് പ്രത്യേകത. എന്നാൽ ശ്രീധുവിന്റെ അമ്മ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയതോടെ ഈ കോംബോ പൊളിഞ്ഞെന്നാണ് സൂചന. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ ശ്രീധുവിന്റെ അമ്മ പ്രത്യക്ഷമായി തന്നെ ശ്രീധുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതോടെയാണ് അർജുൻ ശ്രീധു കോംബോയിൽ വിള്ളലുകൾ വീണത്. ഈ സമയം തന്നെയാണ് അർജുനും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാവുന്നത്. ഇത് ശ്രീധുവിന് അത്ര സഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ജാസ്മിൻ അർജുൻ കൂട്ടുകെട്ടിലെ ഇഷ്ടക്കേട് ശ്രീധുവും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലൈവിൽ ജാസ്മിനുമായി നടത്തിയ സംസാരത്തിൽ ജാസ്മിനും ഫേക്കാണെന്നാണ് തോന്നുന്നതെന്നാണ് ശ്രീധു പറയുന്നുണ്ടായിരുന്നത്. അർജുനുമായുള്ള ഇപ്പോഴത്തെ സൗഹൃദത്തിൽ ജാസ്മിൻ ചില കാര്യങ്ങൾ മനഃപൂർവ്വം എന്നെ കാണിക്കുവാൻ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, ശ്രീധു പറയുന്നു. സത്യത്തിൽ അർജുൻ ജാസ്മിൻ കൂട്ടുകെട്ട് ശ്രീധുവിന് അത്ര പിടിച്ചിട്ടില്ല. അതേസമയം അമ്മ വന്നതോടെ ശ്രീധുവിന് നല്ല പണിയാണ് കിട്ടിയതെന്നാണ് പ്രേക്ഷകരും വിലയിരുത്തുന്നത്. അതേസമയം തന്നെ അമ്മ പറഞ്ഞത് പൂർണ്ണമായി അങ്ങ് ഉൾക്കൊള്ളാൻ ശ്രീധു അങ്ങ് തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ച് ഒരു പ്രേക്ഷകൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കഴിഞ്ഞ കൊല്ലം റെനീഷയുടെ അമ്മയും ചേട്ടനും വന്നു ഒരു സൗഹൃദം പൊളിച്ചു. സ്വന്തമായി തീരുമാനമില്ലാത്ത റെനീഷ അവരുടെ താളത്തിനൊപ്പം തുള്ളി. സെറീനയുടെ അമ്മയും അവളെ ഉപദേശിച്ചു. അനിയൻ മിഥുന്റെ കാര്യത്തിൽ പക്ഷേ സെറീന തന്റെ ബോധ്യത്തിൽ ഉറച്ചു നിന്നു. അതിന്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഇപ്രാവശ്യം ആ നുറുക്ക് വീണത് ശ്രീധുവിന്. അതിന്റെ പണിയും ശ്രീധുവിന് കിട്ടി. അത് വളരെ കളിച്ചു ചിരിച്ചു നടന്ന ശ്രീധു ഒറ്റ ദിവസം കൊണ്ട് മൂടിയായി. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ചുറ്റും ഉള്ളവരെയൊക്കെ അവൾക്ക് ഫേക്കായി. അർജുൻ പരമാവധി ശ്രമിച്ചു ഒരു സുഹൃത്ത് എന്ന നിലയിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ട ക്യൂട്ട് ശ്രീധു അല്ല. ഇന്നലെ രാത്രി റസ്മിനോട് സംസാരിക്കുമ്പോൾ അകാരണമായ പകയും ദേഷ്യവുമുള്ള ശ്രീധുവിനെയാണ് കണ്ടത്. രാത്രി ഉറങ്ങാൻ പറ്റാതെ റസ്മിനോട് പോലും ഓപ്പൺ അപ്പ് ആകാൻ പറ്റാതെ കിടക്കുന്ന ശ്രീധു. ചെരുപ്പിടാതെ നടക്കരുത് എന്ന് അമ്മ പറഞ്ഞതിനെ ധിക്കരിച്ച് മഴയത്ത് ചെരുപ്പിടാതെ നടക്കുന്ന ശ്രീധു. ആരോടോ ഉള്ള പ്രതിഷേധം തീർക്കാൻ എന്ന പോലെ. പക്ഷെ അർജുൻ നല്ല സുഖമായി കിടന്നുറങ്ങി. അതേസമയം നന്ദനയുടെ ചേച്ചി ഇന്നലെ പറഞ്ഞത്, അമ്മ ഞങ്ങളോട് രണ്ടു പേരോടും പറഞ്ഞു നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് അത് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയും ഞങ്ങൾക്ക് ദേഷ്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിടത്ത് മൂക്ക് കയറിയിട്ട് നടക്കുമ്പോൾ മറ്റൊരിടത്ത് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനം എടുക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ശ്രീധു പിറന്നാളിന് അമ്മയോട് ക്യാമറ നോക്കി പറഞ്ഞത്, അമ്മ ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ തീരുമാനം സ്വന്തമായി എടുക്കാൻ പഠിച്ചു. സ്വന്തം കാര്യത്തിൽ ശ്രീധുവിന് അടുത്ത പിറന്നാളിലേക്കും തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ.